ഈ വേദിയിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഐഡിയകൾക്ക് ഭാഷയില്ല, അതുപോലെ തന്നെ പിൻകോഡുമില്ല, ജെൻഡറുമില്ല. ആ കാര്യം വീണ്ടും തെളിയിക്കാനായിട്ട് വരികയാണ് തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്ന നമ്മുടെ അടുത്ത ഐഡിയ ബാസ്. അവരവരുടെ ഇന്നോവേഷൻസിലൂടെ രാജ്യത്തെ പല സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തെ തൊട്ടറിഞ്ഞവരാണ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം തിരുപ്പൂരിൽ നിന്നുള്ള സംയുക്ത. സംയുക്ത, ഞങ്ങളുടെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഐ ബിലീവ് യു ആർ ഗോയിങ് ടു പിച്ച് യുവർ ഐഡിയ ഇൻ തമിഴ്. യെസ്. യു ആർ റെഡി ഫോർ യുവർ പിച്ച്? യെസ്, ഐ ആം റെഡി. ഗുഡ് ലക്ക്. வணக்கம். ஒரு இரவு 3 இதயம், எனது, உனது மற்றும் ஒவ்வொரு அம்மாவின் இதயம். புரிந்து கொள்ள முயற்சித்தேன், ஆனால் முடியவில்லை. உனது ஒவ்வொரு அழுகையும் எனது தோல்வியாக மாறியது. கால்கள் சோர்ந்து போனது, ஆனால் அம்மாவாகிய சுமை தூக்கத்தை விட கனமானது. அனைத்தையும் முயன்றேன், தாளாட்டினேன், அணைத்து கொண்டேன், பால் கொடுத்தேன். ஆனால் நீயோ அழுது கொண்டே இருந்தாய். உனது ஒவ்வொரு கண்ணீர் துளியும் என்னை கேள்வி கேட்டது. அம்மா, உன்னால் என்னை புரிந்து கொள்ள முடியாதா? உன்னால் பேச முடியவில்லை, உன் அழுகையைதான் கேட்கிறேன், என்னால் புரிந்து கொள்ள முடியவில்லை. அப்பொழுது என் கண்கள் அந்த டைப்பரை கண்டது. பிளாஸ்டிக்கின் அழுத்தத்தினால் உருவாகிய ரேஷ். தவறு செய்தது நான், வழியில் தவிப்பதோ நீ. அன்று இரவு அம்மாவாக இருப்பது பெரிய வெற்றி அல்ல, பெரிய போராட்டம் என்று உணர்ந்தேன். அப்பொழுது புரிந்தது, உன்னை வழியில் இருந்து பாதுகாப்பது எனது பொறுப்பு என்று. நீங்களும் இரவு முழுது உங்கள் குழந்தையை மடியில் வைத்து அவர்களின் துயரத்தை புரிந்து கொள்ள முயன்றிருந்தீர்கள் என்றால் இந்த கடிதம் உங்களுக்காக. தவறு உங்கள் மீது இல்ல, தவறியது நமது நடைமுறை. பிளாஸ்டிக் ஒன்றே சிறந்தது என்று நம் மீது தூக்கப்பட்ட இந்த நடைமுறை. ஒரு அம்மா போராடினால் நிச்சயமாக மாற்றம் வரும். அந்த அழுகை நிறைந்த இரவுக்கான பதிலை நான் தருகிறேன். தி குட் பேம்பு. ഈ കവിത നിങ്ങൾ തന്നെ എഴുതിയതാണോ? Little bit. In Tamil, yes. നിങ്ങളെ പറ്റി ഒരു 2 വാക്ക് പറയൂ സംയുക്ത. I am from Tirupur, but I was born in Chennai, brought up in my mom's hometown. Hi, I am Samyukta. I am the co-founder of Good Bamboo Diapers. എനിക്ക് 2022 ട്വിൻസ് ഉണ്ടായി. അവർ ജനിച്ച സമയത്ത് അവർ കുറച്ച് പ്രീമച്യൂർ ആയിരുന്നു. അവർ 35 വീക്സിലാണ് ജനിച്ചത്. എൻ്റെ മോള് 10 ദിവസത്തേക്ക് NICUലായിരുന്നു. ആ സമയത്ത് എനിക്ക് അവൾക്ക് കറക്റ്റ് ഡയപ്പർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. NICUൽ അവൾക്ക് റാഷസ് ഉണ്ടാവുന്ന കണ്ടിട്ട് എൻ്റെ ഹൃദയം തകർന്നുപോയി. ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് about 60% ഓഫ് ദ ബേബീസ് ആർ ബോൺ അണ്ടർ 3 kgs. അതേ ഇന്ത്യയിൽ മോസ്റ്റ് ഡയപ്പേഴ്സ് സ്റ്റാർട്ട് അറ്റ് 3 kgs. പ്രീമച്വർ ബേബീസിനെ കേറ്റർ ചെയ്യുന്ന ഒരു ഡയപ്പർ മാർക്കറ്റ് ഇവിടെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ. അപ്പോഴാണ് ഞാനും എൻ്റെ കോ ഫൗണ്ടർ സിന്ധുവും കൂടി 2023 ഈ ഗുഡ് ഡയപ്പേഴ്സ് എന്നുള്ള ഐഡിയയും കൊണ്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഗുഡ് ബാംബു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ തന്നെ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യണം, പാക്കേജിങ്, അങ്ങനെ എല്ലാം ഞങ്ങൾ തന്നെ സെറ്റപ്പ് ചെയ്യണം. ഞങ്ങൾ 100% ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ സേവിങ്സും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ചില നാളുകളിലൊക്കെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പെട്ടെന്ന് ഡയപ്പർ വേണമെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പലപ്പോഴും പോയി ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അന്നൊക്കെ ഞങ്ങൾക്ക് അതിന് പോലും വേറെ ആളില്ലായിരുന്നു. വി വർക്ക്ഡ് റിയലി ഹാർഡ് ഇൻ കീപ്പിംഗ് ദിസ് ബിസിനസ് അഫ്ലോട്ട് ആസ് വെൽ. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി എഫേർട്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഒരു ദിവസം പോലും അവർക്ക് ആർക്കും ഒരു വിഷമം തോന്നിയില്ല ഞങ്ങളുടെ കൂടെ ഇതിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. സോ ഐ കംപ്ലീറ്റ്ലി ഗിവ് ക്രെഡിറ്റ് ടു മൈ ഫാമിലി. Titans, I will open the floor for you now. നിങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ സംയുക്ത, താങ്കളുടെ പ്രോഡക്റ്റ് ഒന്ന് കാണാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി. വിഷ്വൽ നോക്കുമ്പോൾ എനിക്ക് ആദ്യം താങ്കളുടെ പാക്കേജിങ്ങിലേക്കാണ് കണ്ണു പോകുന്നത്. അത് പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ പ്ലാസ്റ്റിക് ഫ്രീ എന്ന് പറയുന്നത് അതത്ര ശരിയായ വാക്കല്ല. ഒരുപക്ഷെ താങ്കളുടെ പാക്കിംഗ് നാച്ചുറൽ മെറ്റീരിയൽസിലായിരുന്നെങ്കിൽ, അതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരുപക്ഷെ നേച്ചർ ഇൻസ്പയർഡ് ആയിരുന്നെങ്കിൽ പ്രോബബ്ലി ഷെൽഫ് അപ്പീൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ. സംയുക്ത, എനിക്കതൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ കൊള്ളാം. തീർച്ചയായും. ഞാൻ ഇതിനു മുമ്പും ഡൈപ്പേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ത്യയിലെ വലിയൊരു ബ്രാൻഡായ പാമ്പേഴ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സംയുക്ത, ഇത് നിങ്ങൾ എവിടെ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് കോൺട്രാക്ട് മാനുഫാക്ചേഴ്സ് ഉണ്ട് ഹോങ്കോങ്ങിലും ചൈനയിലും. ആൻഡ് ഇതില് എത്ര % ബാംബു ഉണ്ട്? എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വേറെ വല്ലതോ? യെസ് മാം, തീർച്ചയായിട്ടും. ഈ ഡയപ്പേഴ്സിന്റെ 87% ബാംബു കൊണ്ടാണ് ഉണ്ടാക്കുന്നത്.
ബാംബൂനെ കുറിച്ച് ഞാനിപ്പോ നോക്കുകയായിരുന്നു. ഞാൻ വേറെയും ഒരുപാട് ബാംബൂ ഡയപ്പേഴ്സ് കണ്ടിരുന്നു. നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? സോ മാം, ഞങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതൽ കോമ്പണൻസ് ഓഫ് ബാംബു ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ദ ടോപ്പ് ഷീറ്റ്, ബോട്ടം ഷീറ്റ് ആൻഡ് ദ സാപ്പ്. മറ്റ് പല ബാംബു ഡയപ്പേഴ്സും ആ സാപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതായത് ആ ഫ്ലഫി പാർട്ട് ഉണ്ട് ഇൻസൈഡ്. പ്രോഡക്റ്റിന്റെ യൂട്ടിലിറ്റി ആൻഡ് പ്രൈസിംഗിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് പറയാൻ സർ, സാധിക്കുമോ? ഡെഫിനറ്റ്ലി ഒരു പ്രൈസിംഗ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്രീമിയം സെഗ്മെന്റ് ഓഫ് ഡയപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ വില 25 to 30 റുപ്പീസിന് ഇടയ്ക്ക് വരും. പക്ഷെ ഞങ്ങളുടേതിന് ഒരു 35 to 40 ഇടയിലാണ് വരിക വില. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ്. കാരണം ഞങ്ങളുടെ ആ മെറ്റീരിയൽ, ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വളരെ വളരെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. മാഡം, നിങ്ങളുടെ മന്ത്ലി റവന്യൂ എത്രയാ? സർ, ഈ വർഷം വി ആർ ഡൂയിങ് 7 lakhs per month. ഗ്രോസ് മാർജിൻ എത്രയാ? 50%, സർ. എന്ന് വെച്ചാൽ 3.5 lakhs. പിന്നെ നെറ്റ് പ്രോഫിറ്റ് എത്രയാ? അറൌണ്ട് 13 to 15%. പിന്നെ ഇതിൽ നിങ്ങളുടെ ഡിജിറ്റൽ സ്പെൻഡ് എത്രയാ? ഏതാണ്ട് 35,000. സോ ലാസ്റ്റ് മന്ത് നിങ്ങൾ 35,000 ആണോ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതെ മാം. എന്നാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം സർ. സോ ഓഡിയൻസ്, നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്ത് യെസ് ഓർ നോ ബട്ടൺ അമർത്തിയ ശേഷം ഓക്കെ ബട്ടൺ കൂടി അമർത്തു, എന്നാലേ നിങ്ങളുടെ വോട്ട് രജിസ്റ്റർ ആവും. അങ്ങനെ ഞങ്ങളെ അറിയിക്കൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണ്. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. %41 ആളുകൾക്കും തോന്നുന്നു ഇതിന്റെ ആവശ്യകത ഉണ്ട് എന്ന്. പിന്നെ ഓൾമോസ്റ്റ് 60% ആളുകളും ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ട് എന്ന് ചിന്തിക്കുന്നു. സോ സംയുക്ത, നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒരു തവണ കൂടി പറയൂ. ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നത് 80 lakhs ആണ്, ഇൻ എക്സ്ചേഞ്ച് ഫോർ 20% ഇക്വിറ്റി ഇൻ ആ കമ്പനി. ഓക്കെ, അപ്പോൾ വാല്യൂഷൻ 4 കോടി അല്ലേ? പ്രൊഫസർ സാറിന്റെ ഇതിനെപ്പറ്റിയുള്ള പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതിന്റെ ബ്രാൻഡിങ് കാണുമ്പോൾ ഒരു ബ്രിട്ടീഷ് കൈൻഡ് ഓഫ് ബ്രാൻഡിങ്ങുമായിട്ട് സിമിലർ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് പേസ്റ്റൽ യൂസ് ചെയ്യുന്നത്. സോ ഇവരിത് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേറ്റർ അപ്പീൽ കിട്ടുമെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതേപോലെ ഓഡിയൻസ് പോളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ പലരും പാരന്റ്സ് അല്ല. ഈ പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് വേണ്ടത്ര അറിവുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ ആസ് എ പാരന്റ് ഇതെത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. ആൻഡ് സസ്റ്റൈനബിൾ ആയി ഇരിക്കുന്നത് പരിസ്ഥിതി സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫസർ സാർ, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഒരുപക്ഷെ താങ്കൾ ഇവിടെ ടൈറ്റൻസിന്റെ ചെയറിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപക്ഷെ സംയുക്തയ്ക്കും ടീമിനും ഇത് ലോക്കലായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ഗ്രേറ്റ് വാല്യൂ ആഡ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഇതിനൊപ്പം ഒരു പുതിയ ടെക്നോളജി കൂടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിന് പാറ്റന്റ് ഇല്ലെങ്കിൽ, കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടി മൂല്യമുള്ളതായി മാറും. ഇപ്പോൾ പ്രൊഫസർ സാർ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇത് ഇന്ത്യനൈസ് ചെയ്യുകയാണെങ്കിൽ, ഇതിൽ എന്തെങ്കിലും പേറ്റന്റ് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു പക്ഷേ ഇതിലാണ് താങ്കളുടെ ഡയറക്ഷൻ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എനിക്ക് സഹായിക്കാൻ സാധിക്കും. ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് പ്രോഡക്റ്റ് സെല്ലിങ്ങിലും എനിക്ക് തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും. പക്ഷേ പണം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആൻഡ് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ഉറപ്പായിട്ടും കാണാം. സംയുക്ത, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പ്രോഡക്റ്റ് നിങ്ങൾ ചൈന ഫാക്ടറിയിൽ നിന്നാണ് വാങ്ങുന്നത്. നിങ്ങളുടെ ബ്രാൻഡ് ലോഗോ ഒഴിച്ച് എന്ത് കസ്റ്റമൈസേഷൻ ആണ് ഇതിൽ നടത്തിയിരിക്കുന്നത്? ദ ടോപ്പ് ഷീറ്റ് ആൻഡ് ദ ഇന്നർ ഷീറ്റ് മാം. അതിന്റെ മിനിമം ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി എത്ര? 5 ലക്ഷം ഷീറ്റ്സ്. ആ വലിയ ഷീറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ടു സ്മോളർ ഡയപ്പേഴ്സ്. സോ ഇതിന്റെ ടോപ്പ് ഷീറ്റും ബോട്ടം ഷീറ്റും മാത്രമാണ് നിങ്ങൾ മാറ്റിയിരിക്കുന്നത്? മാം, ആ ടെക്നോളജി ഉണ്ടല്ലോ ടു കൺവേർട്ട് ബാംബു ഇൻ ടു ദിസ് സാപ്പ്, അതിന് ഒരുപാട് R&Dയും ലോട്ട്സ് ഓഫ് ഇയേഴ്സ് ഓഫ് റിസർച്ചും ഉണ്ട്. അതിന് അവർക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട് ഓൾറെഡി. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ദ കാപെക്സ് ഇസ് വെരി വെരി മാസീവ്. ആൻഡ് ഈ ടെക്നോളജി അവരുടെയാണോ, ചൈനീസ് കമ്പനിയുടെ? അതെ മാം. സംയുക്ത, എനിക്ക് ഇന്ന് നിങ്ങൾക്ക് കൈത്തരാൻ സാധിക്കുന്നതല്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളിതിൽ ഇനിയും കുറച്ച് വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോഡക്റ്റിലും ബ്രാൻഡിങ്ങിലും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം. ആൻഡ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ്. ആൻഡ് പതുക്കെ പതുക്കെ ഈ ബിസിനസ് സ്കെയിൽ ആവുമ്പോൾ ദെൻ ഐ വിൽ സീ ഹൗ വി ക്യാൻ പാർട്ട്ണർ ടുഗദർ. ഞാനും അനുഭവും മാഡവും ഇവരുടെ ഒപ്പീനിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. റീഡിംഗ് മോഡൽ വളരെ റിസ്ക് ആയ ഒന്ന്. എനിബഡി ക്യാൻ ട്രൈഡ്. സോ അതുകൊണ്ട് ഇന്ന് എനിക്ക് കൈ തരാൻ പറ്റില്ല. സംയുക്ത, ഇത് വളരെ വലിയൊരു കാര്യമാണ്. എല്ലാ തവണയും വെറും ഫണ്ടിങ്ങും പണവും ഉള്ളത് കൊണ്ട് മാത്രം ബിസിനസ് വളരില്ല. പലപ്പോഴും നല്ല മെന്റർഷിപ്പ്, ശരിയായ ഡയറക്ഷൻ, ശരിയായ ഗൈഡൻസ് ഇവയും നമ്മളെ സഹായിക്കാറുണ്ട്. ആൻഡ് നമ്മുടെ ടൈറ്റൻസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവർ വെറുതെ പറഞ്ഞതല്ല. ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഇവരെ കണക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ആവശ്യം വന്നാലും അപ്പോഴൊക്കെ ഇവർ നിങ്ങൾക്ക് ആവശ്യമുള്ള മെന്റർഷിപ്പ് നൽകും. ആൻഡ് പ്രിയങ്ക ഈ ഫീൽഡിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്.
താങ്ക് യു വെരി മച്ച് സംയുക്ത. താങ്ക് യു സർ. നിങ്ങളുടെ ഈ ഐഡിയയിലൂടെയും അതുപോലെ നിങ്ങളുടെ ചിന്താഗതിയിലൂടെയും നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തും. ആൻഡ് പെട്ടെന്ന് തന്നെ ഐഡിയ ബാസിന്റെ വേദിയിലേക്ക് തിരികെ വരാനും ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ടൈറ്റൻസ്, ഇപ്പോൾ ഓഡിയൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ടൈമാണ്. നമ്മുടെ ഓഡിയൻസിന് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ഹലോ, എൻ്റെ പേര് അശ്വിൻ. ഈ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഇതിന്റെ വില അധികം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. 35 രൂപ വളരെ കൂടുതലാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? കൂടുതലായിട്ടുള്ള കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അതെ, ചില കമ്പനിക്ക് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടാണ്. കാരണം നിങ്ങൾ വ്യത്യസ്തമായ ഒരു പ്രൊപ്രൈറ്ററി പ്രോഡക്ട്സ് ആണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ തന്നെ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുവിധം കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിംഗ് ഇൻഹൗസ് ആക്കണം. അങ്ങനെയാകുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തേത് യൂണിറ്റ്സ് ഓഫ് എക്കോണമി എന്ന് പറയും. പതുക്കെ പതുക്കെ നിങ്ങളുടെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ സ്കെയിൽ കൂടുമ്പോൾ റോ മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് എഫിഷ്യൻസി ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് വാങ്ങിക്കുമ്പോൾ നെഗോസിയേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെയും പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. സ്കെയിൽ ചെറുതാകുമ്പോൾ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് വളരെ കൂടുകയും ചെയ്യും. ഇന്ത്യക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കോസ്റ്റ് കൂടുകയും ചെയ്യും. സോ പ്രിയങ്ക, ഓഡിയൻസിന് വേണ്ടി ഞാനും ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, അത് നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവ കുറച്ച് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആക്കുമ്പോൾ, ഹെൽത്ത് കോൺഷ്യസ് ആക്കുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള കാറ്റഗറികളിൽ കൊണ്ടുപോകുമ്പോൾ പ്രൈസ് കൂടുന്നു. യെസ്, അബ്സല്യൂട്ട്ലി. സോ അതിൽ ഓഡിയൻസിനും അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിനും ഒരു മൈൻഡ് ഷിഫ്റ്റിന്റെ ആവശ്യമുണ്ട്. സോ എങ്ങനെയാണോ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഐഡിയ ബാസ് ചിന്തിക്കുന്നത്, അതേപോലെ അവരും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. അതെങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? പ്രതീക്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനതിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു. മൈൻഡ് ഷിഫ്റ്റ് ഇന്ത്യയിൽ വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 മൈൻഡ് ഷിഫ്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അതിലൊന്ന് നോക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് ഇന്ന് അവർക്കും അവരുടെ കുടുംബത്തിനും നല്ലതാണെന്ന് തോന്നുന്ന പ്രോഡക്ട്സ് ആവശ്യമുണ്ട്. ആൻഡ് ബെറ്റർ പ്രോഡക്ട്സിന് വേണ്ടി കൺസ്യൂമേഴ്സ് കൂടുതൽ പണം ചെലവഴിക്കാനും തയ്യാറാണ്.